കൊതിയൊരു വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വിശേഷം നമ്മൾ മാഞ്ചസ്റ്റർ മ്യൂസിയം കാണാൻ പോവുകയാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങൾ കാണാം. നമ്മൾ മാഞ്ചസ്റ്റർ മ്യൂസിയത്തിലെത്തി. നമുക്ക് ടിക്കറ്റ് കൗണ്ടറോ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ എൻട്രി ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നേരെ അങ്ങ് കയറി ചെല്ലുമ്പോഴേ കാണുന്നത് ഒരു ആനയുടെ സ്കെൽറ്റൻ ആണ്. അപ്പോൾ അവിടുന്ന് നേരെ സ്കെൽറ്റനൊക്കെ കണ്ട് അവിടുന്ന് നേരെ പോകുമ്പോൾ ഒരു ചെറിയ പർച്ചേസിങ് ഏരിയ ആണ്. അവിടെ നമുക്ക് ബുക്സ്, കീ ചെയിൻസ്, മാഗ്നറ്റ്സ്, അങ്ങനെ കിഡ്സിന് ചെറിയ ടോയ്സ്, അങ്ങനെ കുറേ മ്യൂസിയം റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അവിടുന്ന് കുറേ നമ്മളൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല. നമ്മൾ നേരെ അവിടുന്ന് പോവുകയാണ്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ്. ഫസ്റ്റ് ഫ്ലോറിൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിലോങ്ങിങ്സ് ഗാലറിയാണ്. അവിടെ നമുക്ക് പല രാജ്യങ്ങളിൽ നിന്നുള്ള ഐറ്റംസ് ആണ് കാണാൻ പറ്റുന്നത്. അവരുടെ വെപ്പൻസ്, പിന്നെ അവർ യൂസ് ചെയ്തിരുന്ന കോയിൻസ്, പിന്നെ പോയംസ്, കോമിക്സ്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കാണാൻ പറ്റും. പാത്രങ്ങൾ, അങ്ങനെ അതിൽ നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് പെട്ടെന്ന് തോന്നിയത് നമ്മുടെ രുദ്രാക്ഷം വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ആണ്. അത് അവർ നന്നായിട്ട് ഇത് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. നമുക്ക് പെട്ടെന്ന് അതൊരു നല്ല ഒരു അത്ഭുതം പോലെ തോന്നി. അപ്പം നമ്മുടെ ബിലോങ്ങിങ്സ് ഗാലറി കഴിഞ്ഞ് നമ്മൾ കാണുന്നത് സൗത്ത് ഏഷ്യൻ ഗാലറിയാണ്. സൗത്ത് ഏഷ്യൻ ഗാലറിയിൽ ഒരുപാട് ഇന്ത്യൻ കൾച്ചറിനെ റിസംബിൾ ചെയ്യുന്ന പിക്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ എംപയേഴ്സിൻ്റെയും അതുപോലെ ദേവിമാരുടെയും ഒക്കെ പിക്ചേഴ്സ് ഉണ്ട്. ബുദ്ധൻ്റെ പിക്ചറുണ്ട്. അതൊക്കെ പിന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് കടക്കുവാണ്. കയറുവാണ്. ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ സാധിക്കുന്നത് ഗാന്ധിജി ലങ്കഷെയർ വിസിറ്റ് ചെയ്ത കുറേ പിക്ചേഴ്സാണ്. അതായത് ഗാന്ധിജി നമ്മൾ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ അറിയാൻ സാധിച്ചത് ഇവിടെ വന്നപ്പോഴാണ്. 1931 ഗാന്ധിജി ലങ്കഷെയർ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവിടുത്തെ മില്ല് സന്ദർശിച്ചിട്ടുണ്ടെന്നും ഒക്കെയുള്ള വിവരങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പം നമുക്ക് പല രാജ്യങ്ങൾ, നമ്മുടെ ഇന്ത്യ അല്ലാതെ, അതായത് ബംഗ്ലാദേശ്, ശ്രീലങ്ക, അങ്ങനെയുള്ള രാജ്യങ്ങളിലെ കൾട്ടിവേഷൻസിനെ കുറിച്ചും പിന്നെ പല സ്പീഷ്യസ്, ഏഷ്യൻ സ്പീഷ്യസിൻ്റെ ഇതും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നോക്കുമ്പം ഒരു റിക്ഷ നമ്മുടെ നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലാണ് ആക്ച്വലി അവർ സൗത്ത് ഏഷ്യൻ കൾച്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തത് മ്യൂസിക് ആൻഡ് ലിറ്ററേച്ചർ ഏരിയ ആണ്.
ഇവിടെ നമുക്ക് നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് തബല അങ്ങനെയുള്ള ഐറ്റംസ് കാണാം. പിന്നെ നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോമായ കഥകിനെ റിസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോസ്റ്റ്യൂം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലിറ്ററേച്ചർ പരമായിട്ട് നമ്മുടെ രാമാനുജൻ്റെ നോട്ട്ബുക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലതാ മങ്കേഷ്കറിൻ്റെ മ്യൂസിക്കൊക്കെയാണ്. അതുകൂടാതെ കുറച്ച് മുന്നോട്ട് ചെന്നപ്പം കണ്ടത് നമ്മുടെ തയ്യൽ മെഷീനാണ്. ഇന്ത്യൻ കൾച്ചറിനെ റിസംബിൾ ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പഴയ ന്യൂസ് പേപ്പേഴ്സും ഇന്ത്യൻ ഇതിനെക്കുറിച്ചുള്ള ന്യൂസുകൾ വന്ന പത്രങ്ങളും ഒക്കെ നമുക്ക് കാണാം. അതുകൂടാതെ നമ്മൾ സാരി, പിന്നെ അതുപോലെ നമ്മുടെ ആർമിയുടെ യൂണിഫോം ഒക്കെ ഇവിടെ കണ്ടു. അപ്പോൾ സത്യത്തിൽ ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയും പാരമ്പര്യവും ഒക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. മറ്റുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, അതിനെയൊക്കെ വളരെ കുറച്ച് ഏരിയയിലേ നമുക്ക് അവരുടെയൊക്കെ ഓരോ ഹിസ്റ്ററി ബേസ് കണ്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ കൾച്ചറും ഹിസ്റ്ററീസും എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ നേരെ വന്നേക്കുന്നത് ചൈനീസ് ഗാലറിയിലാണ്. ഇവിടെ മെയിനായിട്ട് ചൈനീസ് അവിടെ അവർ ഉപയോഗിക്കുന്ന പോട്ട്സ്, അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സുകൾ, നമ്മൾ പോട്ട്സും വെസൽസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ നമ്മുടെ പണ്ടത്തെ ഭരണിയൊക്കെ പോലെ ഇരിക്കും. അതുപോലെ അവർ കുടിക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രം, ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രം, അങ്ങനെ മെയിൻലി ചൈനീസിൻ്റെ അതിനകത്ത് കാണിച്ചിരുന്ന മൊത്തം പോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് ഇങ്ങോട്ട് പോരുമ്പോൾ ചെറിയ ചെറിയ വെപ്പൻസുകളും അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കാണുന്ന പിക്ചേഴ്സും റൈറ്റിങ്സും എല്ലാം ആംഗ്ലോ ചൈനീസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അത് കഴിയുമ്പോൾ ചൈനീസ് ബയോഡൈവേഴ്സിറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് കുറച്ച്, അതായത് ഒരു വലിയ മാൻഡ്, അത് അത്യാവശ്യം നല്ല വലുതാകട്ടോ, നമുക്കിങ്ങനെ നോക്കുമ്പോൾ ചെറുതായിട്ട് കാണുമെങ്കിലും വലിയൊരു മാൻ്റെ ഒരു ഇതും, ഇത് പാൻഡയാണ് താഴെ ഇരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ഓൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പല വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈസ്, ഒത്തിരി പൂമ്പാറ്റകളെ കാണാം. അതെല്ലാം ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ കാണാനായിട്ട്, അതിനകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന കാണുമ്പോൾ തന്നെ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ മുന്നോട്ട് നടക്കുകയാണ്. നടന്നിങ്ങ് പോരുമ്പോൾ കാണാൻ പറ്റുന്നത് 1713 ഒരു എംപറർ കാങ്ഷിയുടെ ബർത്ത്ഡേ സ്ക്രോളാണ്. 22 മീറ്റർ ലോങ് വരുന്ന ഒരു ബർത്ത്ഡേ സ്ക്രോളാണ് നമുക്കിവിടെ കാണാം. അത് ശരിക്കും എനിക്ക് തോന്നുന്നു ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ആ സ്ക്രോൾ ഇരിക്കുന്നത് 22 മീറ്റർ ലോങ് ആണത്. അപ്പം അതും പിന്നെ ഒരു ചെറിയ വെപ്പണും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നിരിക്കുന്നത്. അപ്പോൾ ചൈനീസ് ഗാലറിയിൽ മെയിനായിട്ട് പറയാനുള്ളത് പോട്ട്സും ഈ പറഞ്ഞ പോലെ ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഇതും പിന്നെ അതൊക്കെ തന്നെ മെയിനായിട്ടുള്ളൂ. നമ്മളിപ്പോൾ സൗത്ത് ഏഷ്യൻ ഗാലറി എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്തേക്കുന്നത് ഇന്ത്യയും നമ്മുടെ ചൈനീസിനെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് സൗത്ത് ഏഷ്യൻ ഗാലറിക്കകത്തുള്ളത്. അപ്പോൾ നേരെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് ആർക്കിയോളജിയിലോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആർക്കിയോളജി മെയിനായിട്ട് നമ്മുടെ സുഡാൻ, ഇറ്റലി, ഡെൻമാർക്ക്, ഇറാഖ് അങ്ങനെയുള്ള അവിടെ നിന്നൊക്കെ ഡിഗ് ചെയ്ത് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്ത കുറേ വസ്തുക്കളുണ്ട് അവിടെ. നമുക്ക് ഈ കോയിൻസ്, അതുപോലെ പോട്ട്സിൻ്റെ ചെറിയ പീസസ് വരെ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന പോട്ട്സിൻ്റെ പീസസ്, വെറൈറ്റീസ് ഓഫ് കോയിൻസ്, അങ്ങനെ കുറേ മൈന്യൂട്ടായിട്ടുള്ള കുറേ വസ്തുക്കളുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്.
നമ്മൾ നാട്ടിൽ നിധി കിട്ടി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് കുറേ ജ്വല്ലറീസ്, ബ്രോൺസ്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ, ചെറിയ മൈന്യൂട്ട്, അതായത് ക്യാമറയിൽ എത്രത്തോളം അത് നമുക്ക് വിസിബിൾ ആവാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിയുമ്പം ഈജിപ്ഷ്യൻ ആർക്കിയോളജിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് മുറി തന്നെയുണ്ട്. അവിടെ നമുക്ക് ഈജിപ്ഷ്യൻ മമ്മിയെ കാണാം. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് 2 ബ്രദേഴ്സിൻ്റെ മമ്മിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഇതാണ്. അതിൽ താഴത്ത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ വലിയ ബോക്സും ഒക്കെ കാണാം. അതിൽ അവർ പല പല ചിത്രപ്പണികൾ പോലെ ഉള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. ഇതിൽ അവർ എന്തൊക്കെ സാധനങ്ങളാണോ മമ്മിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അതിനെയും അവരവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഇതിൻ്റെ അടുത്തും അവർ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് ആരാണെന്നും ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതാണെന്നും അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഒരു മമ്മിയെ കൂടെ കാണാം. ആ മമ്മി അതിൻ്റെ പേര് അസ്രു എന്നാണ്. അപ്പോൾ അതിൻ്റെ താഴെ ശരിക്കും നമുക്ക് ആ ബോഡിയും കാണാം. അതുപോലെ അതിനുവേണ്ടി ഉപയോഗിച്ച ബോക്സും എത്രത്തോളം ക്ലിയർ ആണ് എന്ന് മനസ്സിലാവുന്നില്ല, പക്ഷേ അതിലവിടെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നതാണ് ആ ബോഡിയും. പിന്നെ ഇവരിവിടെ ആർക്കിയോളജിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അവരത് കുഴിച്ചെടുത്തിരിക്കുന്ന കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അവർ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഈജിപ്ഷ്യൻ മമ്മീസിനെ ആണെങ്കിലും അവിടെ മറ്റുള്ള വസ്തുക്കൾ, കോയിൻസ്, പിന്നെ മമ്മിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ജുവൽസ്, പിന്നെ ഇതുപോലെ ഓരോ പോട്ട്സ്, പിന്നെ കോയിൻസ്, അങ്ങനെയുള്ള ഈജിപ്ത് ബേസ്ഡ് എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു ഏരിയയിൽ കാണാൻ പറ്റും.